ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഗീത ഗപ്പി ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗപ്പി കെയറിന് ആവശ്യമായത് എന്തൊക്കെയാണെന്ന്. പലർക്കും ഗപ്പി വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടാവാം, പക്ഷേ എങ്ങനെ കെയർ ചെയ്യണം, മുന്നോട്ട് പോകണമെന്ന് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തുടക്കക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ മത്സ്യമാണ് ഗപ്പി എന്നെല്ലാവർക്കും അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അവ പ്രതിരോധശേഷിയുള്ള ഇനങ്ങളാണ്. ഈ മത്സ്യങ്ങൾ വളരെ എളുപ്പത്തിൽ പൊരുത്തപ്പെടുന്നവയാണ് നമ്മളുമായിട്ടും വെള്ളവുമായിട്ടും. മാത്രമല്ല, അവയെ ഉപദ്രവിക്കാതെ തന്നെ അവയെ എങ്ങനെ പരിപാലിക്കണമെന്ന് വേഗത്തിൽ പഠിക്കാനും കഴിയും. എന്നിരുന്നാലും ഓരോ ജീവിവർഗത്തിനും ഒപ്റ്റിമൽ വളർച്ചയ്ക്കും നിലനിൽപ്പിനും അവരുടേതായ അക്വേറിയം ആവശ്യകതകളുണ്ട്. ഗപ്പി മത്സ്യങ്ങൾക്ക് ആവശ്യമായ ചില ആവശ്യകതകൾ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലാദ്യമായി പറയാൻ പോകുന്നത് ടാങ്ക് എങ്ങനെ സജ്ജീകരിക്കണം എന്നുള്ളതാണ്. ടാങ്കിൻ്റെ വലിപ്പം. ഗപ്പികളെ വളർത്തണം എന്നുണ്ടെങ്കിൽ അവയ്ക്ക് ഏത് വലിപ്പത്തിലുള്ള അക്വേറിയമാണ് വേണ്ടത്, എത്ര ഗപ്പികളെ നമുക്ക് സ്റ്റോക്ക് ചെയ്യണം. ഗപ്പികൾ ചെറുതായതിനാൽ വലിയ ടാങ്ക് ആവശ്യമില്ല. 3 ഗപ്പികൾക്ക് ഒരു തുടക്കത്തിന് 5 ഗാലൺ ടാങ്ക് മതി. എന്നിരുന്നാലും മികച്ച ഫലങ്ങൾക്കായി 10 ഗാലൺ ഗപ്പി ടാങ്ക് ഉണ്ടായിരിക്കാവുന്നതാണ് നല്ലത്. 10 ഗാലൺ പോലുള്ള വലിയ ടാങ്ക് മത്സ്യങ്ങൾക്ക് ആശ്വാസം നൽകും. ഗപ്പികൾ സജീവ നീന്തൽക്കാരായതിനാൽ ചെറിയതിനേക്കാൾ വലിയ ടാങ്ക് അവ ആസ്വദിക്കും. അതിനാൽ തുടക്കം മുതൽ തന്നെ വലിയ ഗാലൺ ടാങ്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങാനുള്ള ഒരു കാരണമാണിത്. അടുത്തതായി ജല പാരാമീറ്ററുകൾ. ഗപ്പികൾ കാട്ടിലെ ചൂടുവെള്ളത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. വ്യത്യസ്ത താപനിലകളിൽ അതിജീവിക്കാൻ അവയ്ക്ക് കഴിയുമെങ്കിലും ഉഷ്ണമേഖലാ മത്സ്യങ്ങളായതിനാൽ ചൂടുവെള്ളത്തിലാണ് അവ നന്നായി വളരുന്നത്. ഗപ്പി മത്സ്യങ്ങൾ ചൂടുവെള്ളത്തിൽ വേഗത്തിൽ പെരുകുകയും പ്രജനനം നടത്തുകയും ചെയ്യും. അതേസമയം തണുത്ത വെള്ളത്തിൽ വളർച്ചാ നിരക്ക് കുറവാണ്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച് എപ്പോഴും ഏറ്റവും നല്ല ജലതാപനിലയായിട്ട് 64 ഡിഗ്രി മുതൽ 84 ഡിഗ്രി ഫാരൻഹീറ്റ് ഇടയിലായിരിക്കണം നമ്മൾ വെള്ളത്തിൻ്റെ ചൂട് നമ്മൾ വെക്കേണ്ടത്. ഗപ്പികൾക്ക് അനുയോജ്യമായ ജലതാപനില എന്ന് പറയുന്നത് 70കളുടെ മധ്യത്തിലാണ്. വെള്ളത്തിൻ്റെ pHും അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു ഘടകമാണ്. പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്നതിന് സമാനമായ 6.8ഉം 7.8ഉം വരെയാണ് അനുയോജ്യമായ pHൻ്റെ അളവ്. 7ആണ് കറക്റ്റ് വരുന്നതെങ്കിലും 6.8നും 7.8നും നമുക്ക് ഇടയിൽ വയ്ക്കാവുന്നതാണ് അതിൻ്റെ ഒരു പരിധി. കൂടാതെ ജലകാഠിന്യം DDGH എന്നൊക്കെ പറയില്ലേ, DGH എന്നൊക്കെ പറയുന്നത് പോലെ 8 മുതൽ 12 വരെ നമ്മളത് നിലനിർത്താൻ ശ്രമിക്കണം. ജലപ്രവാഹം പരിഗണിക്കേണ്ട മറ്റൊരു ഘടകമാണ്. ഓവർഫ്ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗപ്പി മത്സ്യങ്ങൾക്ക് ഉയർന്ന ഒഴുക്കിൽ കളിക്കാൻ ഇഷ്ടമുള്ളതിനാൽ അവയ്ക്ക് വെള്ളത്തിൻ്റെ ഒഴുക്ക് ഒരു പ്രശ്നമല്ല. എന്നാൽ ഒഴുക്ക് നിങ്ങളുടെ മത്സ്യത്തിന് സമ്മർദ്ദം ഉണ്ടാക്കുന്നതിനായി നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ പ്രഭാവം കുറയ്ക്കുന്നതിന് നിങ്ങൾ ചെടികളും അലങ്കാര മത്സ്യങ്ങളും സ്ഥാപിക്കണം. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഗപ്പി ടാങ്കിൽ എന്തൊക്കെ ഇടണം എന്നുള്ളതാണ്. ഗപ്പി അക്വേറിയം സ്വാഭാവികമായിട്ട് ആവാസ വ്യവസ്ഥയോട് സാമ്യമുള്ളതായിരിക്കണം. ഗുഹകളിലും പാറകൾക്കിടയിലും ഒളിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന മത്സ്യങ്ങളാണ് ഗപ്പികൾ. അതുകൊണ്ട് തന്നെ ധാരാളം ഒളിത്താവളങ്ങൾ നൽകുന്നത് ഇവർക്ക് അനുയോജ്യമായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ മോസ്, ജാവ മോസ്, ഫ്ലെയിം മോസ്, വിസ്റ്റീരിയ തുടങ്ങിയ ജീവനുള്ള സസ്യങ്ങൾ അതിൽ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. കാരണം അവ മത്സ്യങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു സംരക്ഷണം നൽകുന്നു. കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അവർക്കും നല്ല സംരക്ഷണം നൽകുന്നു. അതേപോലെ തന്നെ വിഷ സംയുക്തങ്ങളെ തകർക്കാൻ ടാങ്ക് സിസ്റ്റത്തിൽ അത്യാവശ്യമായ നൈട്രജൻ ചക്രത്തെയും ഈ പ്ലാന്റ്സ് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഡ്രിഫ്റ്റ് വുഡ് വേണമെന്നുണ്ടെങ്കിലും വെച്ച് കൊടുക്കാം. ചിറകുകൾ കീറി മുറിക്കുന്ന ടൈപ്പ് വസ്തുക്കളൊന്നും നമ്മൾ വെച്ച് കൊടുക്കരുത്. അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളുടെ കുളത്തിൻ്റെ അടിയിൽ മങ്ങിയ നിറം തിരഞ്ഞെടുക്കുക എപ്പോഴും. ഗപ്പികൾ അടിത്തട്ടിൽ വസിക്കുന്നവരായാലും മണലോ അക്വേറിയം ചരലോ നല്ല ഓപ്ഷൻ ആയിരിക്കാം. അവർക്ക് കാണാനും നല്ല ഭംഗിയായിരിക്കും നമ്മൾ മുകളിൽ നിന്ന് വ്യൂ നോക്കുമ്പോൾ. ഇനി നമുക്ക് ഗപ്പികൾക്ക് തീറ്റ കൊടുക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഗപ്പികൾക്ക് അമിതമായി ഭക്ഷണം നൽകുന്നത് ഒഴിവാക്കുക എന്നതാണ് ആദ്യം പരിഗണിക്കേണ്ട കാര്യം. ഗപ്പികൾക്ക് ഉയർന്ന വിശപ്പുണ്ടാവും. അത് കരുതി നമ്മൾ ഫ്ലേക്സോ ഡീകാപ്പ് ആർട്ടീമിയോ ഫ്രോസൺ ആർട്ടീമിയോ അല്ലെങ്കിൽ മൊയിനിയോ ഒന്നും മാക്സിമം വലിച്ചു വാരി കൊടുക്കാതിരിക്കുക. അവർക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക. അത് നിങ്ങളെ കൂടുതൽ ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കും. കാരണം കൂടുതൽ വിശപ്പുണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടേയിരുന്ന് അവർ കഴിച്ചുകൊണ്ടേയിരിക്കും. അമിത ഭക്ഷണം നിയന്ത്രിക്കാൻ 5 മിനിറ്റ് നിയമം പാലിക്കുക. കാരണം നിങ്ങളുടെ ഗപ്പികൾക്ക് 5 മിനിറ്റിൽ ഉള്ളിൽ മാത്രം കഴിക്കാൻ കഴിയുന്ന അളവ് നൽകുക. 5 മിനിറ്റ് ശേഷവും നിങ്ങൾ അക്വേറിയത്തിൽ പോയിട്ടും കുറച്ച് ഭക്ഷണം കണ്ടെത്തിയാൽ നിങ്ങളത് നീക്കം ചെയ്യണം. സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന ഗപ്പി രോഗങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മറ്റ് അലങ്കാര മത്സ്യങ്ങളെപ്പോലെ തന്നെ ഗപ്പികൾക്കും അസുഖങ്ങൾ പിടിപെടാറുണ്ട്. നമുക്ക് തണുപ്പ് വരുമ്പോഴും ചൂട് വരുമ്പോഴും ആൽഗെ
അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട് നമ്മുടെ ഫിഷസിന്. അപ്പോൾ അതിൽ പാരസൈറ്റിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ നമ്മളുടെ ഗപ്പീസിന് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ ജീവിവർഗ്ഗങ്ങൾക്ക് അണുബാധയ്ക്കുള്ള സാധ്യത കുറവാണ്, പ്രത്യേകിച്ച് ആരോഗ്യകരമായ അക്വേറിയം സാഹചര്യങ്ങളിൽ. എന്നാൽ അവയുടെ ജീവിത സാഹചര്യങ്ങളിൽ അപകടത്തിലാക്കുകയാണെങ്കിൽ അവ സമ്മർദ്ദത്തിലാവുകയും സാധാരണ ഗപ്പി രോഗങ്ങൾ ഇരയാകുകയും ചെയ്യുന്നു. അതിൽ നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത് ഇച്ചിങ്. നമ്മളുടെ ഗപ്പികളുടെയൊക്കെ ചിറകിനടിയിൽ വരുന്ന ഒരു സാധാരണ രോഗമാണ് ഇച്ചിങ്. അതുപോലെ തന്നെയാണ് ഫിൻ റോട്ട്. ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. ഇത് ചിറകുകൾ ദ്രവിച്ച് മങ്ങാൻ കാരണമാകുന്നു. ഗപ്പി ഫിൻ റോട്ട് തടയാൻ സ്ഥിരമായ ജലഗുണനിലവാരം, നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 തവണ വെള്ളം ഡൗൺ ചെയ്തിട്ട് പുതിയ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയോ പാരാമീറ്ററുകളും നിലനിർത്തുക. പതിവായി വെള്ളം മാറ്റുക. അമിതമായി ഭക്ഷണം നൽകുന്നത് ഒഴിവാക്കുക. ചികിത്സയിൽ ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആൻറ്റിഫംഗൽ മരുന്നുകൾ കഴിക്കുന്നതും ബാധിച്ച മത്സ്യത്തെ ടാങ്കിൽ നിന്ന് നീക്കം ചെയ്യുന്നതും ഉൾപ്പെടുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ഗപ്പികളിലേക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കാരണം നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഫിഷുകളും ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തതായി പറയുന്നത് പോപ്ഡ് ഐസ് എന്ന രോഗത്തെക്കുറിച്ചാണ്. വെള്ളത്തിൻ്റെ ഗുണനിലവാരം, ബാക്ടീരിയ അണുബാധ, ഫംഗസ് അല്ലെങ്കിൽ തുള്ളിമരുന്ന് എന്നിവ മൂലമാണ് കണ്ണുകൾ പൊട്ടുന്നത്. കണ്ണുകൾ പൊട്ടുന്നത് തടയാൻ ശുദ്ധജലം നിലനിർത്തുകയും തിരക്ക് ഒഴിവാക്കുകയും ചെയ്യുക. അതായത് നമ്മുടെ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ നമ്മുടെ ടബിൽ, കുളത്തിൽ മാക്സിമം ആളുകളെ കുറയ്ക്കുക. അധികം കുത്തി നിറയ്ക്കാതെ കുറച്ച് ഫിഷസിന് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ചികിത്സയിൽ ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആൻറ്റിഫംഗൽ മരുന്നുകൾ കഴിക്കുകയും ശുദ്ധജലം നിലനിർത്തുകയും ചെയ്യുന്നത് ഇത് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അടുത്തതായി പറയാൻ പോകുന്നത് നമ്മളെല്ലാം കോമൺ ആയി കാണുന്ന ഡ്രോപ്സി എന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ്. ഇത് നമ്മുടെ ഫിഷിന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഫിഷ് ബ്രീഡാവാൻ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് തോന്നും, വയറെല്ലാം വീർത്ത്. ആക്ച്വലി ഇത് ഡ്രോപ്സി എന്ന ഒരു അസുഖമാണ്. ഇത് ബാധിക്കുന്ന വൃക്കയ്ക്കോ കരളിനോ കേടുപാടുകൾ സംഭവിച്ച് ഗപ്പിയുടെ വയറ് വീർക്കാൻ കാരണമാകുന്ന ഒരു ബാക്ടീരിയ അണുബാധയാണ് ഡ്രോപ്സി. അതുകൊണ്ടാണ് നമ്മൾക്ക് നമ്മുടെ ഫിഷൊക്കെ നല്ല വയറൊക്കെ ചാടി നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഗപ്പിയുടെ അനുയോജ്യമായ ബ്രീഡിംഗ്, എങ്ങനെ ബ്രീഡിങ്ങിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഗപ്പിയുടെ ബ്രീഡിങ്ങിന് നമ്മൾ സഹായിക്കുന്നത് അവയ്ക്ക് അനുയോജ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. അതായത് നമ്മൾ പ്ലാന്റ്സ് വെച്ച് കൊടുക്കുക, ഡ്രിഫ്റ്റ് വുഡ് വെച്ച് കൊടുക്കുക, അതേപോലെ ബ്രീഡിംഗ് കേജസ് വെച്ച് കൊടുക്കുക. അതായത് അറ്റാക്കിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ. അതുപോലെ നമ്മൾ കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാന്റ്സും ഇതൊക്കെ വെച്ച് കൊടുക്കാൻ പറയുന്നത്. അതേപോലെ നല്ല ശുദ്ധജലം, ഫ്രഷ് വാട്ടർ, നന്നായിട്ടുള്ള pH കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് ശുദ്ധജലം നിലനിർത്തുക. കുഞ്ഞുങ്ങൾക്ക് ഒളിത്താവളങ്ങളും അതേപോലെ ചെടികളും ഒരുക്കുക. താപനില സ്ഥിരമായിട്ട് നിലനിർത്തുക എന്നിവയാണ് മെയിനായിട്ട് നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ pH എന്ന് പറയുന്നത് 7നും 7.5ക്കും ഇടയിലായിരിക്കണം. മാക്സിമം 7.2, 7.3 നമ്മൾ pH വരാറുള്ളത്. എന്നാലും ബ്രീഡിംഗ് ടാങ്കിൽ ഗപ്പികൾ അല്പം അസിഡിറ്റി ഉള്ള വെള്ളമാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് 7നും 7.5നും ഇടയിൽ നമുക്ക് വയ്ക്കാവുന്നതാണ് pHൻ്റെ അളവ്. അതുപോലെ തന്നെ പെൺഗപ്പികൾക്ക് വേറൊരു പ്രത്യേകതയുമുണ്ട്. അതായത് ഇപ്പോൾ ഒരു വട്ടം അവർ ഗപ്പിയുമായിട്ട് ക്രോസ് ആയി കഴിഞ്ഞാൽ ഏകദേശം 8 മാസത്തോളം സ്പേം അവരുടെ വയറ്റിൽ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇൻ കേസ് നമ്മുടെ മെയിൽ ഡെഡായി പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു 8 മാസത്തിനുള്ളിൽ 3-4 തവണ ബ്രീഡ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ ഫീമെയിൽ ഗപ്പിക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ ഭക്ഷണ രീതി 2-3 തവണ പൊടിച്ചത്, ബ്രൈൻ ഷ്രിമ്പ്, ആർട്ടീമിയ ഇതൊക്കെ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. ബായ്.